Here we discuss about Treasury Bill, one of the important money market instrument. Treasury Bill, also known as T-bills, are the short-term money market instrument. It is issued by central bank on behalf of government to curb temporary liquidity shortfalls. Treasury Bill does not carry regular interest rate. It issued at a discount rate. T-bills are the key segment of the financial market. T-bills utilizes by the government to raise short-term funds. It is used for fulfilling periodic discrepancy between its receipts and expenditure. First slide നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. Treasury bills, also known as T-bills, ഇതൊരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഈ T-bills അല്ലെങ്കിൽ Treasury bills ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. അത് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടും Treasury bills യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ലിക്വിഡിറ്റി ഷോർട്ട് ഫോൾസ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റിയുടെ ഷോർട്ടേജിന് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഷോർട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് Treasury bill എന്ന് പറയുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. അതുപോലെ തന്നെ ഇതൊരു റെഗുലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്നില്ല. T-bills ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിലാണ്. ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിന്റെ ഫേസ് വാല്യൂ എങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ റേറ്റിൽ, അതായത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു വലിയ സെഗ്മെന്റ് തന്നെയാണ്. പിന്നെ പറഞ്ഞു ഗവൺമെന്റ് ഈ ഒരു T-bills ഇഷ്യൂ ചെയ്യുന്നത്, സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് ഷോർട്ട് ടേം ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ടും റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു Treasury ബില്ലിൽ നിന്നുള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് Treasury bills ആണ്. ഫീച്ചേഴ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിന്റെ ഫോം എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്. T-bills are issued either in physical form as a promissory note or dematerialized form. T-billsന് ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലോ അല്ലെങ്കിൽ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം അല്ലെങ്കിൽ ഡിമാറ്റ് ഫോമിലോ നമുക്ക് ഇഷ്യൂ ചെയ്യാം. T-bills ഇഷ്യൂ ചെയ്യുന്നത് ഈ രണ്ട് ഫോമിലാണ്. ഡിമാറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോം, മറ്റൊരു ഫിസിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഫോമിലായിരിക്കും. എലിജിബിലിറ്റി: ഇൻഡിവിജ്വൽസ്, ഫേംസ്, കമ്പനി, ട്രസ്റ്റ്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, പ്രൊവിഡന്റ് ഫണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എലിജിബിൾ ടു ഇൻവെസ്റ്റ് ഇൻ Treasury bills. അതായത് ഇൻഡിവിജ്വൽസ്, ഫേംസ്, കമ്പനീസ്, ട്രസ്റ്റ്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, പ്രൊവിഡന്റ് ഫണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെല്ലാവരും Treasury billsൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും എലിജിബിൾ ആണ്. എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ട്. തേർഡ് ആയിട്ട് പറയുന്ന ഫീച്ചർ മിനിമം ബിഡ് ആണ്. മിനിമം എമൗണ്ട് ഓഫ് ബിഡ് അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന എമൗണ്ട് Treasury ബില്ലിൽ 25,000 ആണ് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് 25,000 അല്ലെങ്കിൽ 25,000ന്റെ മൾട്ടിപ്പിൾസ് ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്. ദെൻ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ T-bills ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. നേരത്തെ പറഞ്ഞു T-bills ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിലാണ്. ബട്ട് റെഡീംഡ് അറ്റ് പാർ. അതിന്റെ റെഡീം ചെയ്യുന്നത് അതിന്റെ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ വെച്ചുകൊണ്ടാണ്. ദെൻ റീപേയ്മെന്റ്. ദ റീപേയ്മെന്റ് ഓഫ് ദ ബിൽ ഈസ് മെയ്ഡ് അറ്റ് പാർ ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദ ടേം. ബില്ലിന്റെ റീപേയ്മെന്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂ വെച്ചിട്ടാണ്. ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദ ടേം, എത്രയാണോ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ റീപേയ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഫേസ് വാല്യൂ. ദെൻ അവൈലബിലിറ്റി. Treasury bills are highly liquid negotiable instrument that are available in both financial markets, that is primary and secondary. Treasury bills highly liquid ആയിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. that are available both in primary and secondary market. പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും അവൈലബിൾ ആണ് Treasury bill. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇഷ്യൂ ഷെയർസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇഷ്യൂസ്, അതായത് വൺസ് യൂസ് ചെയ്ത ഇഷ്യൂസിന് വീണ്ടും യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. Treasury bills പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതിന്റെ അർത്ഥം ഒരാളുടെ കയ്യിലുള്ള Treasury bill അയാൾക്ക് വേറൊരാളിലേക്ക്, അയാളുടെ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് പർച്ചേസ് ചെയ്യാം, അത് കഴിഞ്ഞ് വേറെ അയാൾക്ക് വിൽക്കാം, വേറൊരാൾക്ക് വാങ്ങാം, അങ്ങനെ ട്രാൻസ്ഫറബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ കൗണ്ട് ആണ്. ഡേ കൗണ്ട് 364 ഡേയ്സ് ഇൻ എ ഇയർ ആണ്. ഒരു വർഷമാണ് അതിന്റെ ഒരു പീരീഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് Treasury ബില്ലിന്. മാക്സിമം 364 ഡേയ്സ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു മാക്സിമം 364 ഡേ ആണ് Treasury ബില്ലിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞു. നമുക്ക് T-billsന് തന്നെ 3 മെച്യൂരിറ്റി പീരീഡ് ഉള്ള
ടി ബിൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് 14-day ട്രഷറി ബില്ലും ഉണ്ട്, പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 3 ഇവിടെ കൊടുത്തിരിക്കുന്നത്. 91-day ട്രഷറി ബില്ല്, അതുപോലെ 182-day ട്രഷറി ബില്ല്, 364-day ടി ബിൽസ്. അപ്പോൾ ഇത് 91-day മെച്യൂരിറ്റി ആവുന്നുണ്ട്, 182-day മെച്യൂരിറ്റി, 364-day മെച്യൂരിറ്റി പീരീഡ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓപ്ഷൻ നടക്കുന്ന ദിവസം ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്, എന്നാണ് ഓപ്ഷൻ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് എന്നാണെന്നും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ്. ദെൻ ട്രഷറി ബിൽസ് ആർ ബാക്ക്ഡ് ബൈ സം അഡ്വാൻറ്റേജസ്. ട്രഷറി ബിൽസിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയുന്നത്. നോ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഹൈ ലിക്വിഡിറ്റി, സീറോ റിസ്ക്, ട്രാൻസ്പാരൻസി, ഗുഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഹെൽപ്പ് ഇൻ ഇംപ്ലിമെന്റിംഗ് മോണിറ്ററി പോളിസി ഓഫ് RBI, ഹെൽപ്പ് ഇൻ SLR ആൻഡ് CRR റിക്വയർമെന്റ്. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ടാക്സ് ഡിഡക്ഷൻ ഇതിന്റെ എമൗണ്ടിൽ വരില്ല. അതുപോലെ തന്നെ ഹൈലി ലിക്വിഡ് ആണ്, ക്യാഷ് ഫോമിലാണ്, പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. റിസ്ക് സീറോ ആണ്, ട്രാൻസ്പാരന്റ് ആണ്, ഗുഡ് റിട്ടേൺ ഉണ്ട്. അതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷന് ഹെൽപ്ഫുൾ ആണ്. SLRന്റെയും CRR റിക്വയർമെന്റ്, ആ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ, അങ്ങനെയുള്ള ആ ഒരു റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ ടി ബിൽസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ട്രഷറി ബിൽ എന്താണെന്നും അതിൻ്റെ വേറെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.